ഞാൻ മോനെ ഇനി വന്നേടാ. ഓടാൻ വന്നേണ ഞാൻ. ഓടാനോ? ആ ഈ 2 മണിക്കോ? ആ ഞാൻ 2 മണിക്ക് ഇറങ്ങി. ഓടാൻ വന്നതിന്റെ കരുത്തിൽ എങ്ങനെ വണ്ടി കയറിയടാ? അത് ചൂടായ പൂരി കാരണം. ചൂടായപ്പോ നമ്മുടെ പ്രകാശന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ നിനക്ക് ചൂട് വന്ന് പിടി. അത് ഇവിടുത്തെ പ്രകാശന്റെ മൂത്ത പ്രണവിന്റെ കൂട്ടുകാരനെ. പ്രണവേ. പ്രണവിന്റെയോ? ഇനി വന്നടാ മോനെ. എടാ പ്രണവേ. ആ പ്രണവേ. പ്രകാശണ്ണേ മോനല്ലടാ, 2 പെമ്മക്കളാ. നീ മാറിയാ വണ്ടി അങ്ങോട്ടെ. അങ്ങോട്ട് നീങ്ങി. പ്രകാശണ്ണേ മോളെ അഞ്ഞു. നാട്ടുകാർ മൊത്തം അറിഞ്ഞ ഓടല്ലേ അതുവഴി അമ്മ നോക്കല്ലേ. നാട്ടുകാരറിഞ്ഞ വിഷയാവുവേ. ഞാൻ നാട് മൊത്തം ആക്കുവേ. നിനക്കെന്നെ അറിയത്തില്ല. ഇതെന്തോടാ കയ്യിലെന്തോടാ? രേഷ്മയുടെ. എനിക്ക് അപ്പഴേ തോന്നി ആ ഇളയ മോളെ കാണാൻ വന്നേ. പിടിച്ചേ എന്താ ഇതെന്തോടാ? അത് പാരച്ചൂട്ട്. കൊണ്ടുവന്ന കൊലയുടെ പച്ചപ്പഴം മൊത്തം നീ പഴിപ്പിച്ച് കൊള്ളാം. അത് 500 തരാം. നിന്റെ വീടെവിടാ? 1000. നിന്റെ അച്ഛന്റെ പേരെന്തുവാ? 3000 രൂപ വരാണ്. ഇനി ഒന്നും ചോദിക്കില്ല പ്ലീസ് അണ്ണാ. 3000 രൂപ എന്നാ പിന്നെ നമുക്ക് നമ്മളെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന്റെ പേരൊക്കെ തിരക്കുന്നത്? ഗൂഗിൾ പേ മതിയോ? അങ്ങനെ ഗൂഗിൾ പേ ഒന്നും ഇല്ലടാ. എന്നാ വീട്ടിൽ കൊണ്ട് തരാം. ചേട്ടൻ്റെ വീട് അവിടെ രഹസ്യമായിട്ട് കൊണ്ട് തരാം. വീട്ടിൽ കൊണ്ട് തന്ന അല്ല, നീ ഒരു കാര്യം ചെയ്യും, പൈസ ഒന്നും തരണ്ട, നീ വിട്ടേക്ക്. അല്ല അണ്ണന്റെ വീട് അവിടെ വന്നാലും ഇല്ല, ആരോടും പറയത്തില്ല, നീ വിട്ടേക്ക്. വിട്. അല്ല ഞാൻ ഇവിടെ 8ാം ക്ലാസ് തൊട്ട് ലൈൻ അടിക്കുന്നത് മോനെ. സിൻസിയർ ലൈനാണ്. ഇവിടെ ഒന്നും വന്നിട്ട് അണ്ണനെ കണ്ടിട്ടില്ല. അണ്ണ എവിടെ ഉള്ളേ? മോനെ നീ അന്നൊക്കെ പിഞ്ച് പ്രായം, അണ്ണനെ അറിയത്തില്ല എനിക്ക്. നീ വിട്ടേക്ക്. അണ്ണനെ നീ കള്ളനല്ലേടാ? നീ കള്ളനല്ലേ? നീ കഴിവറ മോനെ. ഇപ്പൊ നീ കള്ളൻ, ഞാൻ പോലീസ്.